നമസ്കാരം, പ്രസാദായിരുന്നു ഐഡിയ അർബാബ് യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ ചെയ്യുന്നത്. അത് നമ്മുടെ ഈ എല്ലാവരും നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പം നമ്മൾ കൂടുതലായിട്ട് ഈ മൊബൈൽ ചാർജറുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഫലമായിട്ട് ചാർജറിൻ്റെ ഭാഗങ്ങൾ, അതിൻ്റെ എഡ്ജുകൾ ഇതുപോലെ ഒരു പൊട്ടിപ്പോകുന്നൊരു പരിപാടിയുണ്ട്. ഇതിൻ്റെ എഡ്ജുകൾ ഇതേപോലെ വളരെ വേഗം തന്നെ അത് നശിച്ചു പോകും. അപ്പം ഇത്തരം ഈ എഡ്ജുകൾ നശിച്ചു പോകുന്ന നമ്മൾ കുറച്ച് നാളൊന്ന് ഉപയോഗിക്കാൻ പറ്റുകയും വീണ്ടും അത് നമുക്കതൊരു വലിയൊരു സാമ്പത്തിക നഷ്ടത്തിലോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ അതിന് നമ്മൾ പ്രധാനമായി ചെയ്യുന്നത് ഇതുപോലുള്ള സ്പൈറൽ ബാൻഡുകൾ, നമ്മുടെ ഇവിടെ നമ്മൾ പറയുമ്പോൾ 5 ദിർഹംസ്, നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു 10-50 രൂപ മുടക്കി ഒരു സ്പൈറൽ ബാൻഡുകൾ വാങ്ങി ചുറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊന്നുമില്ലാതെ തന്നെ ഈ സ്പൈറൽ ബാൻഡ് ചുറ്റിയെന്ന് കരുതിയും ഇതിൻ്റെ ഈ കേടൊന്നും മാറണമെന്നില്ല, ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നും നമുക്ക് വിശ്വാസമില്ല. അപ്പോൾ അതിന് പകരമായിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ, വളരെ ചെറിയ, ഏകദേശം നമ്മുടെ ഇവിടെ പറയുകയാണെങ്കിൽ 1 ദിർഹംസ് അല്ലെങ്കിൽ കൂടിപ്പോയി നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു 3-4 രൂപയ്ക്ക് നമ്മുടെ ഈ കേബിളുകൾ വളരെ ഭംഗിയായിട്ട് നമുക്കത് ഡ്രസ്സ് ചെയ്തെടുക്കാൻ പറ്റും, നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്കത് വളരെ നാൾ നമുക്കത് ഉപയോഗിക്കാനും പറ്റും. അത്തരമൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. നമുക്കത് നേരെ ആ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ വീഡിയോയിലോട്ട് പോവുകയാണ്. നമ്മൾ വർക്ക് ടേബിളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഉപയോഗിക്കുന്ന ഒരു ചാർജറുകളാണിത്. കുറച്ച് ദിവസമായി, കുറച്ച് നാൾ പഴക്കമുള്ളതുമാണ്. അപ്പം അതിൻ്റെ സംഭവമാണിതെല്ലാം. അതിൻ്റെ ഈ എഡ്ജുകളെല്ലാം കണ്ടല്ലോ, ഇതെല്ലാം ഇങ്ങനെ കട്ടായി. 2 എണ്ണം, ഈ 2 ചാർജറിൻ്റെ അതിൻ്റെ സൈഡെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനൊരു ഇൻസുലേഷൻ ടേപ്പാണ് ആദ്യം ചുറ്റിയിരുന്നത്. അപ്പോൾ അത് കുറച്ച് ദിവസം ആവുന്ന സമയത്ത് ഇൻസുലേഷൻ ചുറ്റുന്നതാണെങ്കിൽ അത് പലപ്പോഴും ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഇളകിപ്പോകുന്നതോടൊപ്പം തന്നെ അതിലൊരു ഗമ്മ് നമുക്കെല്ലാം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ പലരും അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാനൊരു ഈ നേരത്തെ കാണിച്ച ആ ഒരു സ്പൈറൽ ബാൻഡ് വാങ്ങി. പക്ഷേ അതൊന്ന് ചുറ്റി നോക്കിയെങ്കിലും അതും അത്ര വിജയമായിട്ട് തോന്നിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിനൊരു ചെറിയൊരു വഴി, വളരെ സിമ്പിളാണിത്. അപ്പം എല്ലാവർക്കും ഒരു തമാശയായിട്ട് തോന്നാം, പക്ഷേ തമാശയല്ല. അതൊരു ചിലവും കുറവാണ്, പക്ഷേ അത് നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ ഈ ഇളകി പോകുന്നോ അല്ല ഗമ്മൊന്നും നമ്മുടെ കയ്യിലൊന്നും പറ്റുകയോ ഒരു ഭംഗിക്കുറവൊന്നും വരത്തില്ല. അപ്പോൾ അതിന് നമ്മളായി ചെയ്യുന്നത്, മെയിനായിട്ട് ചെയ്യുന്നത്, നമ്മുടെ എന്തിനാണോ ചുറ്റാൻ നമ്മുടെ ഈ ചാർജറിൻ്റെ കേബിള് അല്ലാന്നുണ്ടെങ്കിൽ ഹെഡ്ഫോൺ, അതിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അതിനുപയോഗിക്കുന്ന മെയിൻ സാധനം എന്ന് പറയുന്നത് നമ്മുടെ പ്ലംബിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ടഫ്ലോൺ ടേപ്പാണ്. വേറെ ഒന്നുമില്ല, ടഫ്ലോൺ ടേപ്പാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇവിടെ 1 ദിർഹംസാണ്. 1 ദിർഹംസ് നമ്മുടെ നാട്ടിലൊരു 3-4 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടഫ്ലോൺ ടേപ്പ് നമുക്ക് വാങ്ങാം. ഈ ടഫ്ലോൺ ടേപ്പ് ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ. ഇത് കേൾക്കുമ്പോൾ തോന്നുന്നു ഇത് നിസ്സാരമാണെന്ന്. അല്ല, നിസ്സാരമല്ലേ എന്ന്. നിസ്സാരമായ പല കാര്യങ്ങളുമാണ് നമ്മളത് തള്ളിക്കളയുന്നത്. അപ്പോൾ നമ്മളിത് വളരെ നിസ്സാരമായിട്ടുള്ള സംഭവമാണ്. നമ്മളിത് അതിലോട്ടൊന്ന് ചുറ്റാൻ ശ്രമിക്കുകയാണ്. ഈ ആദ്യം നമ്മൾ ഈ കട്ടായി നിൽക്കുന്ന ഭാഗത്ത് ഒന്ന് ടൈറ്റായിട്ട് നമ്മളൊന്ന് അമർത്തി അത് നമുക്ക് കൊടുക്കുക. കുറച്ച് സമയം എടുക്കും കേട്ടോ. അതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നമുക്കതങ്ങ് ചുറ്റിയെടുക്കാം. അതൊന്ന് നോക്കിയാൽ മതി. വളരെ ഭംഗിയായിട്ട് നമുക്കിതങ്ങ് ആദ്യം ഒന്ന് ആ കട്ടായ ഭാഗം നമ്മളൊന്ന് ടൈറ്റ് ചെയ്തൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പം അതിൻ്റെ ആ ഒരു മുറിഞ്ഞിരിക്കുന്ന ഭാഗം കുറച്ചുകൂടെ ഒന്ന് ബലപ്പെടാൻ വേണ്ടി പറ്റും. നമ്മുടെ കാലൊക്കെ ഒടിയുക, കൈ ഒടിയുകയൊക്കെ ചെയ്യുമ്പോൾ പ്ലാസ്റ്റർ ഉപയോഗിക്കുന്ന അതേ സംവിധാനം തന്നെയാണിത്. എന്നിട്ട് നമ്മൾ തിരിച്ച് ഇതിൻ്റെ ഈ മേളിലോട്ടൊന്ന് കയറ്റി അതിൻ്റെ എഡ്ജ് മറയ്ക്കാനാണ് കാര്യം, അല്ലെങ്കിൽ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇതിൽ അവസാനം നമ്മളുകൊണ്ട് ആ ജോയിൻ്റ് ചെയ്യുന്ന ഭാഗം നമ്മൾ വേറെ ഗമ്മോ ഒന്നും തേക്കിയൊന്നും വേണ്ട നമ്മളിത്. അപ്പോൾ ഞാൻ ഇതിന് വലിയ വീഡിയോയിലോട്ട് പോകുന്നില്ല. ഇത് ഞാൻ ഈ വീഡിയോ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ ഇത് ചുറ്റുകയാണ്. കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു അടുത്ത ഭാഗത്തിൽ നമ്മളത് കാണിക്കാം. അല്ലെങ്കിൽ ഇത് ഒത്തിരി സമയമായിപ്പോവും, നമുക്കൊരു ചെറിയ വീഡിയോ ഉള്ളൂ. അപ്പം ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് അടുത്തതിലോട്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ കട്ടായി ഈ നിൽക്കുന്ന ഭാഗം നല്ല രീതിയിലൊന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ അമർത്തി ചുറ്റി കൊടുക്കുക. എന്നിട്ട് വേണം ബാക്കിയുള്ള ഭാഗത്തോട്ട് നമ്മളിത് ഈ ടേപ്പ് വലിച്ചു കൊണ്ട് പോകാനായിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇതിപ്പം പകുതിയായിട്ടുണ്ട്. പകുതിയല്ല, ഒരു കാൽഭാഗം കഴിഞ്ഞു. പക്ഷേ അത് എഴിച്ച് നിന്നാണ് ചുറ്റുന്നത്. അപ്പോൾ ഇത് വർക്ക് ടേബിളിൽ ഇരുന്ന് ചുറ്റുന്ന സമയത്ത് അതിനൊരല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എഴിച്ച് നിന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഓഫ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ നിന്ന് ചുറ്റുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാൽഭാഗം ആയി കഴിഞ്ഞു. നല്ല ഭംഗിയായിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ, നല്ല വൈറ്റ് കളറുമാണ്. അതൊരു പുതിയ കേബിൾ മാതിരി ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഞാൻ ഇത് വീണ്ടും നമ്മുടെ ചുറ്റൽ പരിപാടിയിലോട്ട് പോവുകയാണ്.
നമ്മളതിൻ്റെ അവസാന ഭാഗമായിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ടേപ്പിൻ്റെ അവസാനമായത്. അത് ചുറ്റിയെടുക്കുകയാണ്. ഇതിപ്പം ഇരുന്ന് ചുറ്റുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത് എങ്കിലും അത് നിങ്ങൾ ചെയ്യുമ്പോൾ അത് നിന്ന് തന്നെ ചെയ്യുക. കാര്യമെങ്കിൽ ഇതിൻ്റെ ഈ കേബിൾ നീളം കൂടിയത് കൊണ്ടും ഇതൊന്ന് കറക്കി എടുക്കാൻ ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ അതൊന്ന് നല്ല ഭംഗിയായിട്ട് തന്നെ ചുറ്റണം. നമ്മൾ ഒരു പരിപാടി ചെയ്യുമ്പോൾ അതിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്ത് തീർക്കുക. ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനെ എല്ലാവരും കേബിളും ഇതേപോലെയൊക്കെ ഉണ്ടാവണം എങ്കിലല്ലേ അവർക്ക് പുതിയത് വാങ്ങാൻ പറ്റും. അപ്പം നമ്മളിനി അങ്ങനെ ഒരു ഇപ്പം ഇതുകൊണ്ട് നമുക്കതിൻ്റെ എഡ്ജിലെത്തി ഇത് നമ്മളൊന്ന് കറക്കി ഇതിലോട്ട് കയറ്റി നമ്മൾ ആ സോക്കറ്റിൽ കണക്ട് ചെയ്യുന്ന ആ അതിൻ്റെ പേരെന്നെ ഡാറ്റ സോക്കറ്റിൻ്റെ ഇതിലോട്ട് നമ്മൾ കയറ്റി അതൊന്ന് കവർ ചെയ്ത് വീണ്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇത് അഴിഞ്ഞു പോകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ ടൈറ്റ് ചെയ്തെടുക്കുകയാണ്. അതൊന്ന് നല്ല രീതിയിൽ ചെയ്യുക, എങ്കിലേ അതിനൊരു വൃത്തി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കേബിള് നല്ല രീതിയിൽ നമ്മുടെ ഇപ്പോഴത്തെ പയ്യന്മാരുടെ ഭാഷ പറഞ്ഞ് നല്ല കിടുക്കാച്ചിയായിട്ട് ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളും ചെയ്യുക. അതൊന്ന് നോക്കി. ഇനി അടുത്തൊരു എൻ്റെ ഒരു കേബിൾ, ഒരു കറുത്ത കേബിളുണ്ട്, അതും കൂടെ ഒന്ന് എന്തായാലും ചുറ്റി വയ്ക്കാം. ഓക്കെ, ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് അമർത്തി അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ മതി. ഇത് ഒന്നാമത്തെ കേബിൾ ഓക്കെ. ഇത് വളരെ ഭംഗിയായി ഒരു പുതിയ കേബിൾ പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഒന്നും കൂടെ ചുറ്റി കാണിക്കാം. ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് കാണിക്കും. ഈ കേബിൾ ഇദ്ദേഹം അല്പം പരിക്ക് കൂടിയ ആളാണ് കേട്ടോ. ഇത് അല്പം വളരെ അവശനാണ്. അപ്പോൾ അതൊന്ന് ചുറ്റിയെടുക്കട്ടെ. അത് മറ്റതുപോലെയല്ല, കുറച്ചുകൂടെ പോയി. അപ്പോൾ അതിനിപ്പോൾ ചിലപ്പോൾ ഒരു 1-2 ദിവസം കഴിയുമ്പം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ഇതിൻ്റെ ഉപയോഗം തന്നെ അങ്ങ് തീർന്നു പോകും. അപ്പോൾ അതൊന്ന് നമുക്കത് വളരെ ഭംഗിയായിട്ട് അതങ്ങ് അപ്പോൾ ആ ഒരു ഈ ചതവുമൊക്കെ അങ്ങ് മാറിക്കിട്ടും. അതങ്ങ് വളരെ നീറ്റായിട്ട് അങ്ങ് ചുറ്റിയെടുക്കാം. ബ്ലാക്ക് കളറിലെ കേബിൾ നമ്മൾ ഏകദേശം പകുതിയായി. ഇനി ബാക്കിയും കൂടെ ചുറ്റിയെടുക്കാം. നമ്മുടെ ഈ വയസ്സൻ കേബിൾ നമ്മൾ ഏകദേശം ചുറ്റി തീർന്നു. ഇനി ഈ കേബിളിലായിരുന്നു ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് ആ പദ്ധതി പൂർത്തിയാക്കി. ഒന്ന് അതിൻ്റെ എഡ്ജ് ഭാഗമാണ് അതിൻ്റെ മെയിൻ ഭാഗം. അതൊന്ന് കറക്റ്റ് ചെയ്തൊന്ന് നല്ല രീതിയിലൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ടേപ്പ് എന്ന് വെച്ചാൽ ഇത് തന്നെ വലിച്ച് ചുറ്റിയാൽ മതിയല്ലേ, വേറെ ടേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊന്ന് ഭംഗിയായിട്ട് ഇതങ്ങ് ചെയ്താൽ മതി. എങ്കിലേ അതിനൊരു കാണാനും ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ചെയ്ത ജോലി ഇത് ചെയ്തത് ഒരു വിജയത്തിൽ ഭവിക്കുകയുള്ളൂ. അപ്പം ഇത് നിങ്ങൾ ഈ യൂട്യൂബ് ചാനലുകൾ കാണുമ്പോൾ ഇത് എൻ്റെതെന്നല്ല, മറ്റേത് കണ്ടാലും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമ്മളൊരു പുതിയൊരു കേബിൾ വാങ്ങാൻ പോകുന്ന സമയമാവുന്നില്ല ഇതൊന്ന് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ അതിനുവേണ്ടി മുടക്കുന്ന സമയവും ആ പൈസയുടെയും ഒന്നും ആവശ്യം വരുന്നില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതൊന്ന് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു. അത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. നിങ്ങളത് നല്ല രീതിയിൽ ഉപകാരപ്പെടുത്തുക. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. ഒപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലുകാരുടെ സ്ഥിരം ഒരു പല്ലവിയുണ്ട്, നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്തിട്ട് നമ്മുടെ പരിചയക്കാർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പം ഏകദേശം കുറച്ച് ദിവസമേ ആയുള്ളൂ. ഏകദേശം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വരെ 51 സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. 51 ഏകദേശം 500ഓളം പേര് കാണുകയും ചെയ്തു. അപ്പോൾ ആ കണ്ടവരും ഈ 51 പേരും എനിക്ക് 5 ലക്ഷം പേർക്ക് 5 ലക്ഷം പേരുടെ മൂല്യമാണ് ഈ 51 പേർക്ക്. അപ്പം ബാക്കിയുള്ളവരും എന്നെ അത് കാണുക, ഇതൊന്ന് സഹായിക്കുക. അപ്പം ഇത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു എങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കും ഇത് പറഞ്ഞു. ഇനി അടുത്ത ദിവസം ഞാനൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ അതുവരെ നമുക്ക് കാണുന്നതുവരെ ഒരു ചെറിയ ഇടവേള. അപ്പം ശരി, ഇതിപ്പോൾ രാത്രിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.